ഇന്ന് എൻ്റെ ന്യൂ ബൈക്ക് ഡേ ആണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി നേരെ ലണ്ടനിലേക്ക് വെച്ച് പിടിച്ചു. ഐ എം ഗെറ്റിംഗ് എ ന്യൂ ബൈക്ക് ടുഡേ. അപ്പോൾ ഇതാണ് ഐറ്റം, ഹോണ്ട ട്രാൻസാൽപ്പ്. മിഡിൽ വെയ്റ്റ് സെഗ്മെൻറ്റിൽ ഒരു മോട്ടോർ സൈക്കിൾ മേടിക്കണം എന്നുള്ള ആഗ്രഹം എന്നെ അവസാനം കൊണ്ടെത്തിച്ചത് ഇവൻ്റെ മുമ്പിലാണ്. Wow, that's good. Thanks, man. Yep. Come on, mate. Take it easy. Yeah. Okay. In the car park. You'll use the mode at the moment, so Yeah. put you in standard. Standard, yeah. Yeah, cool. Okay. Cool. Yeah. Have fun, mate. Yeah. Thank you. Cheers. Bye. Forget to it. Oh, finally, man. Oop. Need to go this way. So that's it guys. Finally. Wow. Feeling awesome. Okay. ലണ്ടൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാന്നുള്ളത് ഇച്ചിരി ചലഞ്ചിങ് പരിപാടിയാണ്. Need to figure out brakes are a bit softer. Wow, smooth as butter. വണ്ടി എടുത്ത സൂപ്പർ എക്സൈറ്റ്മെന്റിൽ I forgot to put my gloves on, so I have to stop somewhere and put the gloves on. I don't know if you're following this channel. കുറേ നാളായിട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എനിക്ക് ഒന്നും അങ്ങ് ശരിയായിട്ട് വരുന്നുണ്ടായില്ല. പൈസ ഒത്ത് വരുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട വണ്ടി ഇടുമ്പോൾ പൈസ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ സെർച്ചിന് ശേഷമാണ് വണ്ടി കിട്ടിയത്. ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ അല്ല ഇത്, ഞാൻ ജസ്റ്റ് വണ്ടി എടുത്ത വീഡിയോ അങ്ങ് എടുക്കുന്നുള്ളൂ. പിന്നെ വണ്ടിനെ പറ്റി ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു നോ, അത് ചാനലുണ്ട്. സൂപ്പർ എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി ഗ്ലൗസ് ഇടാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. വലിയ തണുപ്പില്ല കേട്ടോ, കാരണം ഗ്ലൗസ് ഇടാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നൊന്നും തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. നല്ല വെതറാണ് എന്തായാലും. അപ്പോൾ സാഡ് പാർട്ട് ഈസ്, എനിക്ക് 10 മണിക്ക് വീട്ടിലെത്തണം, ഒരു കോളുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വീട്ടിലെത്താൻ സാധ്യത എന്തായാലും കുറവാണ്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ലീവ് ആയിരുന്നെങ്കിൽ വണ്ടി എടുത്തൊന്ന് കറങ്ങായിരുന്നു. എന്തായാലും വർക്കിംഗ് ഡേ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് വണ്ടി എടുത്തൊന്ന് പൊളിക്കേണ്ട ചാൻസ് ഇല്ല. പക്ഷെ ഞാനിന്ന് മനഃപൂർവ്വം ഇന്ന് എടുത്തതാണ്, കാരണം ഇന്ന് ഒരു വ്യാഴാഴ്ചയാണ്. സോ വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച പിന്നെ ഫുൾ ഡേ വണ്ടി ആയി കിട്ടും. ഒരു യൂണിക്കോൺ ബൈക്ക് എന്ന് പറഞ്ഞ ബൈക്കില്ല, ഞാൻ കുറേ നാളായിട്ട് എൻ്റെ എല്ലാ കോൺഫിഗ് നീഡ്സും മീറ്റ് ചെയ്യുന്നൊരു ബൈക്ക് തപ്പിയിട്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചില ട്രേഡ് ഓഫ്സ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി. എനിക്ക് അത് ഏറ്റവും കൺവിൻസിങ് ആയിരുന്നില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. 200 mm ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അത് 230 ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ഓഫ് റോഡിങ്ങിന് പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അന്നേരം കോർണർ ചെയ്യാനുള്ളതും റോഡിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇമ്പാക്റ്റ് വരും. അപ്പം അതാണ് പറഞ്ഞത് എങ്ങനെയാണ് വണ്ടി യൂസ് ചെയ്യാൻ. എന്തായാലും മോസ്റ്റ്ലി ഓൺ റോഡാണ്, ബിറ്റ് ഓഫ് റോഡിങ് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെയാണ് എടുക്കുന്നത്. അപ്പം ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഹാവ് ഫൺ വിത്ത് ഇറ്റ്. പിന്നെ ഇൻഷുറൻസ് ഒരു ഭയങ്കര ചലഞ്ചാണ്. നല്ലൊരു ഇൻഷുറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി നമുക്ക് നോ ക്ലെയിം ബോണസ് ആയിട്ടൊന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ, പുതിയ ലൈസൻസ് ഹോൾഡറാണ് UK-യിൽ, ഹിസ്റ്ററി ഇല്ല, നമ്മൾ നോ ക്ലെയിം എന്ന് പറഞ്ഞാൽ വേറെ ക്ലെയിം ഒന്നും റേസ് ചെയ്തില്ല എന്നുള്ളൊരു പ്രൂഫാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഹോൾഡർക്ക് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഈസ് വെരി ചലഞ്ചിങ്. അപ്പോൾ ആ കാര്യം കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം അതും നമ്മൾ എക്സ്പെൻസിൽ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയെല്ലാം വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഉദ്ദേശിച്ച ബൈക്ക് മേടിക്കലും ഇച്ചിരി ചലഞ്ചാണ്. എങ്ങനെ ബൈക്ക് മേടിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നതിനെ പറ്റി വേറെ വീഡിയോ ഐ വിൽ ബി ഡൂയിങ് ഇറ്റ്. ഇൻ കേസ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൺസിഡർ ഫോളോയിങ് ദി ചാനൽ. രാവിലെ തന്നെ ഇറങ്ങിയിരുന്നു വീട്ടിൽ നിന്ന്. അൺയൂഷ്വലായിട്ട് 5 മണിക്കൊക്കെ തന്നെ, രാത്രി 1:30 ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അലാമൊക്കെ നോക്കുമായിരുന്നു സമയമായെന്നുള്ളത്. അങ്ങനെ 5 മണിക്ക് തന്നെ എണീറ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി.
ടിക്കറ്റ് എടുത്ത് ചെസിക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പം അവിടെ നിന്ന് തന്നെ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. നേരത്തെ വരാൻ കാരണം വേറെ ഒന്നുമില്ല, ഇന്നലെ വണ്ടി കിട്ടേണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ചില കാരണങ്ങൾ കൊണ്ട് സമയത്ത് ഇവിടെ എത്താൻ പറ്റിയില്ല. ലണ്ടൻ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പിന്നെ ആൾ വിളിച്ചു പറഞ്ഞു ഇന്ന് രാവിലെ തരാൻ പറ്റുമോ. സർവീസ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു ഓക്കെ 8 മണിക്ക് പോരെ, ഞാൻ അവൈലബിൾ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, ട്രെയിനൊക്കെ ഡിലേ ആയിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെസിക് ഹോണ്ട നൈസ് ഗൈസ്. ലണ്ടൻ്റെ ഉള്ളിലാണ് അവർ. സാറ്റർഡേ സൺഡേ ഒക്കെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി കാണാനും വേണ്ടി ടെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് വരാവുന്ന സ്ഥലമാണ്. ഞാൻ മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ. നല്ല ഭയങ്കര നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല, ഡീസൻ്റ് ആയിരുന്നു. എനിക്കൊരു ബിറ്റ് ഓഫ് ബാർഗെയിൻ എന്ന് പറയാൻ പറ്റില്ല, വണ്ടി ഒരു ബാർഗെയിൻ ആയിരുന്നില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ സമ്മറായി, ക്ലോസ് സമ്മർ, മിഡ് ഓഫ് സ്പ്രിംഗ് ആണ്. അപ്പം സമ്മറിലേക്ക് വരികയാണ്. അപ്പം സമ്മറിലേക്ക് വരുമ്പോൾ യൂഷ്വലി വണ്ടികൾക്കൊക്കെ ഡിമാൻഡും കൂടും UK. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലാണ് ബോളുള്ളത്. അതുകൊണ്ട് അവരൊരിക്കലും പൈസ അങ്ങനെ കുറയ്ക്കാറില്ല. സോ അവർ പറഞ്ഞ പൈസ തന്നെയാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. എന്തെങ്കിലും വലിയ നെഗോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. ഒരു പുതിയ ബൈക്കിന് ഇപ്പോൾ UK ഇറങ്ങുകയാണെങ്കിൽ 9,700 പൗണ്ട് ആവും ഈ വണ്ടി. ഇത് ഒരു കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്, 2023 ഇറങ്ങിയ വണ്ടിയാണ്. എനിക്കായത് ഓൾമോസ്റ്റ് 8,500 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1,00,000 മേളിൽ സേവ് ചെയ്യുമെന്ന് പറയാം. വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, വേറെ എക്സ്ട്രാസ് ഒന്നുമില്ല. പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടി. ഹോണ്ട വാറണ്ടി 1 കൊല്ലത്തിൽ കൂടുതലോടെ ഉണ്ട് ഈ വണ്ടിക്ക് അതിന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങ് എടുക്കുകയായിരുന്നു. എന്തായാലും pretty much happy with it so far at least. നല്ല സർവീസ് ആയിരുന്നു, വണ്ടി കിട്ടി. ശനിയാഴ്ച വണ്ടി ഒന്ന് എടുത്ത് പൊളിക്കണം. എന്തായാലും ഉടനെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പണിക്ക് വരണം. ക്വിക്ക് ഷിഫ്റ്റ് ഭയങ്കര സ്മൂത്താണ്, ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടു. സ്മൂത്താണ്. എൻ്റെ എക്സോസ് നോട്ടാണെങ്കിലും ഒരു സ്റ്റോക്ക് എക്സോസ് നോട്ടിന് വരുന്ന ഒരു സൗണ്ട് അല്ലല്ലോ, അത് അത്യാവശ്യം സൗണ്ട്സ് ഗുഡ്. ഐ മീൻ ഫോർ എ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ. ഐ മീൻ ട്വിൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻലൈൻ 4 അല്ലെങ്കിൽ സ്ട്രീറ്റ് ട്രിപ്പിലൊക്കെ കേൾക്കുന്ന അതേ സൗണ്ട് വരത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയോടൊപ്പം കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ടെനറി 700 ആയിരുന്നു, 2RX 660 ഉണ്ടായിരുന്നു, 800D സുസുക്കിയുടെ ആഫ്രിക്ക ട്വിൻ. ഇങ്ങനെ ഒരു 4-5 വണ്ടികളായിരുന്നു എൻ്റെ വെച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ലാപ്പിൽ എനിക്ക് ടെനറി 700 എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. യമഹ ടെനറി 700 ഭയങ്കര അടിപൊളി വണ്ടിയാണ്. ഓഫ് റോഡിന് നല്ലോണം കേപ്പബിൾ ആണ്. ബട്ട് ഓൺ റോഡിൽ ബിറ്റ് ഓഫ് അണ്ടർ പവർഡ് ആണ്. 70 bhp ആ റേഞ്ചാണ് വരുന്നത്. ഇതിന് 90.5 വരുന്നുണ്ട്. 70 അണ്ടർ പവർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് പവർ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ പവർ അല്ലായിരുന്നു ഞാൻ ആ വണ്ടി ഒഴിവാക്കും. കാരണം അത് കുറച്ച് ടോളായ വണ്ടി ആയാലും കുഴപ്പമില്ല. പക്ഷേ ടോളിനുപരി അത് ഭയങ്കര ടോപ്പ് ഹെവിയാണ്. അപ്പോൾ വണ്ടി നമ്മളൊന്ന് കാലുകൊണ്ടൊക്കെ ഒന്ന് ഊന്നി മുന്നോട്ട് എടുക്കേണ്ടി വരും. ഓഫ് റോഡിലൊക്കെ ഒന്ന് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഇച്ചിരി പാടാണ് മാനേവർ ചെയ്യാനായിട്ട്. അതിലെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ അത് ഒഴിവാക്കിയത്. അതിനേക്കാളും ഒരു 500 പൗണ്ട് എക്സ്ട്രാ ആയിട്ട് വരും നമ്മളിപ്പോൾ യൂസ്ഡ് വണ്ടി മേടിക്കുകയാണെങ്കിൽ പോലും. സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ് ഇതിനേക്കാട്ടും, പക്ഷേ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് അഗൈൻ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കും. അപ്പം ഈ വണ്ടിയോടൊപ്പം കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ 2RX 660. റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട്. KTM 790 അതും റിലയബിലിറ്റി കാര്യത്തിൽ ചെറിയൊരു കൺസേൺസ് സാധാരണ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആഫ്രിക്ക ട്വിൻ നല്ല വണ്ടിയാണ്. പക്ഷേ അത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ആളാണെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും നല്ലൊരു എക്സ്പെൻസീവ് ഇൻഷുറൻസ് ആവും. പിന്നെ വണ്ടി ഓഫ് കോഴ്സ് ഇതിനേക്കാട്ട് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. അതിൻ്റെ അടുക്കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മണിയാണ് മെയിൻ. പിന്നെ അതെൻ്റെ ഡ്രീം ബൈക്കായിരുന്നു ആഫ്രിക്ക ട്വിൻ, അത് വേണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പിന്നെ അത് ബിറ്റ് മോർ ഹെവിയാണ്, ഒരു 230 കിലോയൊക്കെ വരും. അപ്പം ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇച്ചിരി മാനേവർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി വണ്ടിയായിരിക്കും. പക്ഷേ അതിന് ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസും സസ്പെൻഷൻ ട്രാവലും ഉണ്ട്. ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഇതിൻ്റെ പ്രീലോഡ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലി അറിയണോ ഈ ബൈക്ക് ഒരിക്കൽ മാറുവാണെങ്കിൽ ഒരു പക്ഷേ ഐ മൈ ഗെറ്റ് ആഫ്രിക്ക ട്വിൻ. But for now, I'm happy with what I've got. Stick to it and put some miles on it and see how it goes. സോ എന്തായാലും ഒരു ഹാൻഡ് ഗാർഡ് കൊടുക്കണം. പിന്നെ എൻജിൻ്റെ സം ഗാർഡ് പറഞ്ഞാൽ കൊടുക്കണം, ബാഷ് പ്ലേറ്റ്. അത് എന്തായാലും ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വീഡിയോയിൽ. അതിൻ്റെ ഓയിലിൻ്റെ സമ്പിൻ്റെ ഗാർഡ് വരുന്നത് ഇങ്ങനെ കൂർത്തിരിക്കുകയാണ്. അപ്പം ഓയിൽ സമ്പ് അങ്ങനെ വെച്ചേക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഓഫ് റോഡൊക്കെ പോകുമ്പം. അപ്പോൾ അത് എന്തായാലും ഒരു ബാഷ് പ്ലേറ്റ് മേടിച്ച് വെക്കണം. ഓക്കെ, അത് രണ്ടാണ് മെയിനായിട്ട് ഇതിനകത്ത് വരാനുള്ള അഡീഷൻസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ട് കൊടുക്കണം, USB. നമുക്ക് തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പറയാണ്ട് സ്പീഡ് കൂടി പോടും ഇങ്ങനത്തെ റോഡിൽ വന്നു കഴിയുമ്പോഴേക്കും. വേണമെങ്കിൽ പറയാൻ പറ്റില്ല എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് കുറയ്ക്കാൻ അറിയില്ല. ഒരു പിടിയില്ല കേട്ടോ. മൊബൈലിലാണ് ചാർജും ഇല്ല, അതിങ്ങനെ ഓഫായി കഴിഞ്ഞാൽ പെട്ടു. ഫോണൊക്കെ എടുക്കാൻ നല്ലതാണ്.
വരകളാട്ടോ സാധാരണ ഇവർ റെഫറൻസ് ആയിട്ട് വയ്ക്കാറുള്ള. ഇപ്പോൾ എന്തായാലും ക്യാമറ അടിക്കണ ഈ വരകളായിരിക്കും മോസ്റ്റ് ഓഫ് ദ ക്യാമറാസ്. ക്യാമറയല്ല, അല്ലാത്ത ക്യാമറകളെല്ലാം ഈ വരയിൽ നമ്മൾ സ്പീഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അടിക്കും. എനിക്ക് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഓൾറെഡി പോയിന്റ് കിട്ടിയില്ല. ഫസ്റ്റ് ടൈം ക്യാമറ അടിക്കുവാണെങ്കിൽ വാർണിംഗ് ആയിട്ട് വരും. പിന്നെ ഫൈനുണ്ട്, 90 പൗണ്ട് ഫൈനുണ്ട്. പിന്നെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, ലൈക്ക് സ്പീഡിങ്ങിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ. പക്ഷെ അതിനുശേഷം എപ്പോഴെങ്കിലും അടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈസൻസിൽ പോയിന്റ് അടിക്കുന്നതായിരിക്കും. അങ്ങനെ പോയിന്റ് അടിച്ച് എനിക്ക് തോന്നുന്നു 6 പോയിന്റ് അടിക്കുകയാണെങ്കിൽ ലൈസൻസ് കട്ടാവും. വീണ്ടും ലൈസൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്പീഡിങ് ഭയങ്കര സീനാണ്. നോക്കിയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം. അതിപ്പം എല്ലാം കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. ബൈക്കാകുമ്പോൾ നമ്മൾ വി ടെൻഡ് ടു ഗോ ബിറ്റ് ഫാസ്റ്റർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. നമ്മളെപ്പോഴും വണ്ടി റോഡിലെ സ്പീഡ് നോക്കി പോകാം. നമുക്ക് പരിചയമുള്ള വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ പോയപ്പം മുമ്പ് പോയി നമുക്ക് അറിയാം സ്പീഡ് എത്രയാണ്. പക്ഷേ ഈ ലണ്ടനിലൊക്കെ വന്നു കഴിയുമ്പം പലയിടത്ത് ചിലടത്ത് 20 ആണ്, ചിലടത്ത് 30 ആണ്, ചിലടത്ത് 40 ആണ്, ചിലടത്ത് 50 ആണ്. ചിലടത്ത് മാപ്പിൽ സ്പീഡ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ എപ്പോഴും റോഡിൽ നിന്ന് പാച്ച് ഔട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. റൈഡ് നൈസാണ്. കുറച്ച് പറയാ പാർട്സൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഉടനെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ വരുന്നുണ്ട് സുസുക്കിയുടെ. അപ്പം അങ്ങനത്തെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൺസിഡർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ, റൈഡ് സേഫ് ആൻഡ് ഐ സീ യു. പീസ്.